എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവീസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സർവീസ് മാർക്കറ്റിംഗ് എന്നും സർവീസ് മാർക്കറ്റിംഗ് മിക്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. സർവീസ് മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്രൈസിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡെലിവറിങ് സർവീസസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും അവരുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും സർവീസസ് പ്ലാൻ ചെയ്യുകയും പ്രൈസിങ് ചെയ്യുകയും പ്രൊമോട്ടിങ് ചെയ്യുകയും ഡെലിവറിങ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, വെൻ എ ബാങ്ക് അഡ്വർടൈസസ് ഇറ്റ്സ് ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസ് ഓർ എ ഹോട്ടൽ പ്രൊമോട്ട്സ് ഇറ്റ്സ് ലക്ഷറി സ്റ്റേ പാക്കേജ്. അതായത് ഒരു ബാങ്ക് അവരുടെ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസ് അഡ്വർടൈസ് ചെയ്യുന്നു. ഇപ്പോൾ SBI അവരുടെ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസായ യോണോ SBIനെ കുറിച്ച് അഡ്വർടൈസ് ചെയ്യുന്നുണ്ടല്ലോ. അത് ഈ സർവീസ് മാർക്കറ്റിങ്ങിനൊരു എക്സാമ്പിളാണ്. കൂടാതെ ഒരു ഹോട്ടൽ അവരുടെ ലക്ഷറി സ്റ്റേ പാക്കേജിനെ കുറിച്ച് അഡ്വർടൈസ് ചെയ്യുന്നു. അതും ഈ സർവീസ് മാർക്കറ്റിങ്ങിനൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സർവീസ് മാർക്കറ്റിംഗ് മിക്സ്, അതായത് 7 P's ഓഫ് സർവീസ് മാർക്കറ്റിംഗ്. ദ സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സ്. 4 P's: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 അഡീഷണൽ എലമെൻറ്റ്സ്: പീപ്പിൾ, പ്രോസസ്സ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ്. അതായത് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്നാണ് പറയുന്നത്. 4 P'സിൻ്റെ കൂടെ 3 അഡീഷണൽ എലമെൻറ്റ്സായ പീപ്പിൾ, പ്രോസസ്സ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് എന്നിവ അടങ്ങുന്നതാണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 7 P's ഇനി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൊഡക്റ്റ്. In services, the product refers to the service offering what the business provide to satisfy customer needs. സർവീസിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സർവീസ് ഓഫറിംഗ് ആണ്. അതായത് ഒരു ബിസിനസ് എന്താണോ കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് സർവീസിൽ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ആൻ ഇൻടാഞ്ചിബിൾ എക്സ്പീരിയൻസ്. ഇതൊരു ഇൻടാഞ്ചിബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമുക്കിത് തൊടാനോ കാണാനോ അറിയില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ മാത്രമാണ് ഇതിനെക്കൊണ്ട് സാധിക്കുക. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ബാങ്കിങ് ഓർ ഹെൽത്ത് കെയർ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും ബാങ്കിങ് ആയാലും ആ ഫെസിലിറ്റീസൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും കാണാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഇനി ദ ക്വാളിറ്റി, വെറൈറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി സർവീസ് ഡിഫൈൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ സർവീസസിൻ്റെ ക്വാളിറ്റിയും വെറൈറ്റിയും ഫീച്ചേഴ്സും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ ബാങ്ക് ഓഫേഴ്സ് സേവിങ്സ് അക്കൗണ്ട്സ്, ലോൺസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ്. ഒരു ബാങ്ക് ഒരു സേവിങ്സ് അക്കൗണ്ട്സ് ഓഫർ ചെയ്യുന്നതും ലോൺസ്, ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്നതൊക്കെ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈസാണ്. പ്രൈസ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് കസ്റ്റമേഴ്സ് പേ ഫോർ ദി സർവീസസ്. സർവീസിന് വേണ്ടിയിട്ട് കസ്റ്റമർ പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് പ്രൈസ് എന്നിവിടെ പറയുന്നത്. പ്രൈസിങ് ഇൻ സർവീസസ് ക്യാൻ വേരി ബേസ്ഡ് ഓൺ ടൈം, ഡിമാൻഡ് ഓർ കസ്റ്റമൈസേഷൻ. സർവീസസിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ടൈമിനെയും ഡിമാൻഡിനെയും കസ്റ്റമൈസേഷനെയും ബേസ് ചെയ്തുകൊണ്ട് മാറുന്നുണ്ട്. ഫാക്ടേഴ്സ് ലൈക്ക് പെർസീവ്ഡ് വാല്യൂ, കോമ്പറ്റീഷൻ ആൻഡ് സർവീസ് ക്വാളിറ്റി ഇൻഫ്ലുവൻസ് പ്രൈസിങ്. കൂടാതെ പെർസീവ്ഡ് വാല്യൂസ്, കോമ്പറ്റീഷൻ, സർവീസ് ക്വാളിറ്റി ഇതൊക്കെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടിയാണ്. പ്രൈസിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എയർലൈൻസ് യൂസ് ഡൈനാമിക് പ്രൈസിങ്. ഫെയർസ് ചേഞ്ച് ബേസ്ഡ് ഓൺ ബുക്കിംഗ് ടൈം ആൻഡ് സീറ്റ് അവൈലബിലിറ്റി. എയർലൈന് അവരുടെ പ്രൈസിങ്ങിൽ വരുത്തുന്ന ഡൈനാമിക്, അതായത് ചേഞ്ചസ്,
അത് ബേസ് ചെയ്തിരിക്കുന്നത് ബുക്കിംഗ് ടൈമിൻ്റെയോ സീറ്റ് അവൈലബിലിറ്റിൻ്റെയോ ബേസിലായിരിക്കും. അതുകൊണ്ട് പ്രൈസിൻ്റെ എക്സാമ്പിളായിട്ട് എയർലൈനിൻ്റെ പ്രൈസിങ് മെക്കാനിസത്തെ നമുക്ക് പറയാം. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പ്ലേസ്. പ്ലേസ് റെഫേഴ്സ് ടു ഹൗ ആൻഡ് വെയർ ദ സർവീസ് ഈസ് ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സ്. എവിടെ വെച്ചാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ കസ്റ്റമേഴ്സിന് സർവീസസ് ഡെലിവേർഡ് ചെയ്യുന്നത് അതിനെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, സർവീസ് ലൊക്കേഷൻസ് ആൻഡ് ഓൺലൈൻ ആക്സസ്. ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇൻവോൾവ് ആകുന്നുണ്ട്. സർവീസ് ലൊക്കേഷൻസ് എവിടെയാണോ ഇതിൻ്റെ സർവീസസ് എവിടെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷൻസ് ഇൻവോൾവ് ആകുന്നുണ്ട്. കൂടാതെ ഓൺലൈൻ ആക്സസും വരുന്നുണ്ട്. ഫോർ സർവീസസ് കൺവീനിയൻസ് ആൻഡ് ആക്സസിബിലിറ്റി ആർ കീ ഫാക്ടേഴ്സ്. സർവീസസിൻ്റെ കേസിൽ കൺവീനിയൻസ് ആൻഡ് ആക്സസിബിലിറ്റി തന്നെയാണ് കീ ഫാക്ടേഴ്സായി പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എമർജൻസി സിറ്റുവേഷനിലായിരിക്കും ഇത് അന്വേഷിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ ആക്സസിബിലിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൺവീനിയൻസ് ആയിടത്താണ് നമ്മൾ പെട്ടെന്ന് സർവീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഇതിനെ കൺവീനിയൻസും ആക്സസിബിലിറ്റിയും കീ ഫാക്ടറായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ്സ്, ബാങ്ക്സ് ആൻഡ് ഹോസ്പിറ്റൽ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ബ്രാഞ്ചസ് നിയർ കസ്റ്റമേഴ്സ്. ബാങ്ക്സ് ആയാലും റെസ്റ്റോറൻറ്റ്സ് ആയാലും ഹോസ്പിറ്റൽസ് ആയാലും കസ്റ്റമേഴ്സിൻ്റെ നിയറസ്റ്റായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രൊമോഷൻ. പ്രൊമോഷൻ ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് യൂസ്ഡ് ടു ഇൻഫോം ആൻഡ് അട്രാക്റ്റ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻസ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. ഇതിൽ വരുന്നത് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇപ്പം ടെലിവിഷനിലോ ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കാം. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് കൂപ്പണ്, പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാകാം. പബ്ലിക് റിലേഷൻസിൽ അതിൽ പറയുന്നത് ഈ നമ്മളിപ്പം ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്, ജനങ്ങളിലേക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നത്. അത് പിന്നെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ വീടുകളിലെല്ലാം പ്രൊഡക്റ്റെല്ലാം സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഈ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പം ഈ പ്രൊമോഷനിൽ വരുന്നതാണ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻസ്, പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. സിൻസ് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, വേർഡ്സ് ഓഫ് മൗത്ത് ആൻഡ് കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് ആർ വെരി എഫക്റ്റീവ്. സർവീസസ് ഒരു ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് തന്നെ വേർഡ്സ് ഓഫ് മൗത്തും കസ്റ്റമർ ടെസ്റ്റിമോണിയൽസാണ് ഇതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമുക്കിപ്പം പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് കൂടുതൽ ആ സർവീസ് എന്താണെന്നും സർവീസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അത് മറ്റൊരാൾക്ക് ഉപകാരമാവും. അപ്പോൾ അതവർ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതാണ് പ്രൊമോഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഫിഫ്ത്ത് വൺ പീപ്പിൾ എന്ന് വെച്ചാൽ പീപ്പിൾ ആർ ദോസ് ഹൂ ഡെലിവർ ദ സർവീസ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് ആരാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ആരാണോ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നത് അയാളെയാണ് അല്ലെങ്കിൽ അവരെയാണ് പീപ്പിൾ എന്ന് പറയുന്നത്. എംപ്ലോയി ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ആൻഡ് ബിഹേവിയർ ഡയറക്റ്റ്ലി എഫക്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സർവീസസ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴുള്ള എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ആൻഡ് കസ്റ്റമേഴ്സിനോടുള്ള ബിഹേവിയർ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് സ്റ്റാഫ് ആർ ക്രൂഷ്യൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും വളരെ അത്യാവശ്യമാണ്. പീപ്പിളിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
In hotels, the friendliness and professionalism of staff greatly influence guest experience. ഒരു ഹോട്ടലിലാണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് നല്ല രീതിക്ക് പെരുമാറുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്കവിടെ പിന്നെയും പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ നമ്മൾക്ക് ഒരു കസ്റ്റമർ എന്നുള്ള ഇതിൽ നമുക്കൊരു ബഹുമാനവും തരാത്ത സ്റ്റാഫൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഈ പീപ്പിളിൻ്റെ കേസിൽ പറയുന്നത്. ഇനി 6th one എന്ന് പറയുന്നത് പ്രോസസ്സ്. Process refers to the procedure, mechanism and flow of activities by which the service is delivered. സർവീസ് ഡെലിവേർഡ് ചെയ്യുന്ന ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസിനെയും മെക്കാനിസത്തിനെയോ പ്രൊസീജിയേഴ്സിനെയോ ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എഫിഷ്യൻ്റ് ആൻഡ് കസ്റ്റമർ ഫ്രണ്ട്ലി പ്രോസസ്സ് ഇംപ്രൂവ് സാറ്റിസ്ഫാക്ഷൻ. എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സുമാണെങ്കിൽ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി ആൻഡ് സ്പീഡ് ആർ കീ ടു സർവീസ് ക്വാളിറ്റി. സർവീസ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻസിയും സ്പീഡും ഒരു കീ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് സെർവിങ് പ്രൊസീജിയേഴ്സ് ടു എൻഷുർ ക്വിക്ക് സർവീസ്. ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് അവരുടെ സർവീസ് എൻഷുറായിട്ട് ക്വിക്ക്ലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് സെർവിങ് പ്രൊസീജിയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി 7th one എന്ന് പറയുന്നത് ഫിസിക്കൽ എവിഡൻസ്. Since services are intangible, physical evidence helps the customers judge the quality before and after the services. സർവീസസ് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എവിഡൻസ് കസ്റ്റമേഴ്സിനെ അവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓഫ് സർവീസ് ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട്. It includes tangible aspects such as environment, decor, equipment and staff appearance. ഇതിൽ പറയുന്നത് ടാഞ്ചിബിൾ ആസ്പെക്ട്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആംബിയൻസ് അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെൻറ്റ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ അപ്പിയറൻസ്, ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസിൽ പറയുന്നതാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ക്ലീൻലിനെസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ദ ആംബിയൻസ് ഓഫ് എ റെസ്റ്റോറൻറ്റ്സ് ബിൽഡ്സ് കസ്റ്റമർ ട്രസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര ക്ലീനായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അവിടെ നമുക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നേരെ മറിച്ച് ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പോകാൻ താല്പര്യപ്പെടില്ല. അതാണ് ഫിസിക്കൽ എവിഡൻസ് പറയുന്നത്. അതുപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ കേസിലും പറയുന്നത്. റെസ്റ്റോറൻറ്റ് ഒക്കെ ആണെങ്കിൽ കാം ആൻഡ് ക്വയറ്റായ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി താല്പര്യപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പോവില്ല. അതിലൂടെ ഒരു കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനെയാണ്, ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനെയാണ് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. 7 P's: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, process, physical evidence. So thank you for watching.